ശരിക്കും വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമൊക്കെയുമായിരുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു, തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അവൻ ബെഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. പ്രവേശനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്തായത്. വായിച്ച വചനം യാക്കോബിന്റെ പഴയകാല ഓർമ്മയെക്കുറിച്ച്, പഴയകാല ജീവിതത്തെക്കുറിച്ച് സ്തോത്രം. ഇവിടെ ഹോശേയ പ്രവാചകൻ ആവർത്തിക്കുന്ന ഭാഗം നമ്മൾ വായിച്ചത്. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് അല്ലേ, തന്റെ പുരുഷ പ്രായത്തിൽ അവൻ ദൈവത്തോട് പൊരുതി എന്നുള്ളതാണ്. ഓർത്തു നോക്കി, യാക്കോബിന്റെ പുരുഷ പ്രായത്തിൽ അവൻ ദൈവത്തോട് പൊരുതി ജയിച്ച ഒരു മനുഷ്യനാണെന്ന് സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അല്ലേ, അതിന്റെ സ്തോത്രം 28 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നത് യാക്കോബിനെ കുറിച്ച് മാത്രമാണ് വേദപുസ്തകത്തിൽ. ദൈവത്തോട് പൊരുതി ജയിച്ചവൻ. പ്രൈസലോ. കേൾക്കുമ്പോൾ നമുക്ക് വളരെ ആശ്ചര്യമായിട്ടൊക്കെ തോന്നിയാലും നമ്മളെയും തന്റെ ഭാര്യയും മക്കളെയും ആടുമാട് കന്നുകാലികളെ എല്ലാം യാബോക്ക് നദിക്കക്കരെ കടത്തിയിട്ട് ഒരു രാത്രി മുഴുവൻ ഉഷസാകുവോളം യാക്കോബ് ദൈവത്തോട് ഒരു മല്ല് പിടിച്ചു. ദൂതനോട് അവനതിൽ ജയിച്ചു. അതിവിടെ ഹോശേയ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിത യാത്രയിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് യാക്കോബിനെ പോലെ ശക്തനായ ഒരു പ്രാർത്ഥന മനുഷ്യനായി മാറണം. ഈശ്വരോ, പ്രാർത്ഥനയിൽ ഒന്നാമത്തേതും വളരെ പ്രാധാന്യമുള്ളതാണ് കണ്ണുനീരിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈശ്വരൻ, നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ പരാജയത്തെ മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. ഈശ്വരോ, ഒരുപക്ഷെ നീ പ്രാർത്ഥിക്കുന്ന ഉടൻ മറുപടി കണ്ടില്ലെങ്കിലും നിന്റെ പ്രാർത്ഥന നീ മറന്നുപോയാലും നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം മറക്കത്തില്ല. പ്രൈസലോ. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് ആ കണ്ണുനീർ ആവിയായി പോയെങ്കിലും, ഇല്ലെങ്കിൽ ആ കണ്ണുനീര് നിങ്ങൾ തുടച്ചു കളഞ്ഞാലും, നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ആ കണ്ണുനീര് ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. പ്രൈസലോ. നമുക്കത് ആവിയായി പോയി എന്ന് തോന്നിയാലും, അത് വല്ല ടൗല് കൊണ്ട് തുടച്ചു കളഞ്ഞു എന്ന് തോന്നിയാലും, പക്ഷെ നമ്മൾ ഒഴുകിയ കണ്ണുനീര് എവിടെ ഉണ്ട്? ദൈവത്തിന്റെ ദുരിതയിലുണ്ട്. അത് അവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി ജയിച്ച യാക്കോബിനെ പോലെ നാം പ്രാർത്ഥനയിലേക്ക് വരുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ താങ്കൾ മനസ്സ് വെക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, താങ്കളുടെ പ്രാർത്ഥന മറുപടി ഈ നാളുകളിൽ ദൈവം വെളിപ്പെടുത്തും. പ്രൈസ് വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളൊരു കുഞ്ഞിനെ നോക്കണം. ചെറിയ കുഞ്ഞിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആ കുഞ്ഞിന് വിശക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ അമ്മയുടെ മുഖത്തേക്ക് ആ കുഞ്ഞ് നോക്കും. പ്രൈസ്. ഒരു കുഞ്ഞിന് വിശന്നാൽ, ചെറുപ്രായത്തിലുള്ള ശൈശവത്തിലല്ല ബാല്യത്തിൽ ഒരു കുഞ്ഞിന് വിശന്നാൽ ആദ്യം ആ കുഞ്ഞിന്റെ കണ്ണ് തന്റെ അമ്മയിലേക്ക് ഇല്ലും. എന്നാൽ തന്റെ അമ്മയാണ് പാല് കൊടുത്ത കുഞ്ഞിനെ ആ വിശപ്പ് മാറ്റുന്നത്. മാത്രമല്ല, ചെറിയൊരു ഉറുമ്പ് കടിച്ചാലും ആ കുഞ്ഞിന് താഴെ വീണാലും, അല്ലെ, ആ കുഞ്ഞ് പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് ആദ്യം നോക്കുന്നതിന്റെ അമ്മയെ, എന്റെ അച്ഛനെ ആയിരിക്കും. പ്രൈസലോ. അങ്ങനെ ഓരോരോ ആവശ്യങ്ങളും ഒരു കുഞ്ഞ് കരഞ്ഞ് തന്റെ അമ്മയെ അച്ഛനെ അറിയിക്കും. പ്രൈസലോ. അങ്ങനെയല്ലായിരുന്നോ നിങ്ങളുടെ ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് ഓർമ്മയില്ല, എനിക്കും ഓർമ്മയില്ല. നമ്മുടെ ശൈശവത്തില് നമ്മൾ ബാല്യത്തിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പം നമ്മളെ വിശക്കുമ്പോഴും ഉറുമ്പ് കടിക്കുമ്പോഴും നമ്മൾ താഴെ വീഴുമ്പോഴെല്ലാം, മറിഞ്ഞു വീഴുമ്പോഴും ഒക്കെ നമ്മൾ കരഞ്ഞുകൊണ്ട് ആ വിവരം ആരെ അറിയിക്കും? അച്ഛനെ അമ്മയെ അറിയിക്കും. പ്രൈസലോ. അങ്ങനെയല്ലേ? അതെ, എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, നീ തളർന്നിരിക്കുന്ന, നിന്നെ തകർക്കുന്ന ചില പ്രശ്നങ്ങളെ
അത് ഈ ഭൂമിയിൽ മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞതുകൊണ്ട് അവരതിന് മറുപടി തരത്തില്ല. പ്രൈസലോ, നീ കണ്ണുനീരോടെ ദൈവത്തിൽ നിന്ന് കരയുവാണെങ്കിൽ ആ കുഞ്ഞിന്റെ അപ്പനും അമ്മയും ആ കുഞ്ഞിന്റെ നിലവിളിയുടെ ആ കാര്യം മനസ്സിലാക്കിയതുപോലെ നിന്റെ കണ്ണുനീരിന്റെ ആ വില കർത്താവ് മനസ്സിലാക്കിയിട്ട് നിന്റെ വിഷയത്തിന് ദൈവം മറുപടി തരും, വ്യക്തം ചെയ്യും. എത്ര അനുഭവമാ വചനമൊക്കെ. പ്രൈസലോ. അപ്പം പ്രാർത്ഥന വളരെ പ്രാധാന്യമേറിയതാണ്. മാത്രമല്ല, നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അത് തന്നെയല്ല, ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ സ്വന്തം മാതാവ് തന്റെ കുഞ്ഞിന്റെ നിലവിളി കരച്ചിൽ കേൾക്കുമ്പോൾ അതവിടെ കിടന്ന് കരയട്ടെന്ന് പറയത്തില്ല. അങ്ങനെ പറയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ മനുഷ്യനുമല്ല. അല്ലേലൂയ. മനുഷ്യന്റെ രൂപമുണ്ട്, പക്ഷെ തന്റെ കുഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്നത് കേൾക്കുമ്പോൾ ആ കുഞ്ഞിന്റെ അരികിലേക്ക് ഓടി എത്തിച്ചെന്ന് ആ കുഞ്ഞിനെ കൈകളിൽ വാരിയെടുത്ത് ആ കുഞ്ഞിന്റെ കരച്ചിലിനെ ആശ്വസിപ്പിച്ച് അതിന്റെ ഇഷ്ടം അറിഞ്ഞതിനെ പരിപാലിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മാതാവ്, പിതാവ് എന്ന് പറഞ്ഞിട്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും പറയത്തില്ല അവൻ അവിടെ കരയട്ടെ, അവളവിടെ കരയട്ടെ എന്നൊരിക്കലും നമ്മുടെ കർത്താവ് പറയത്തില്ല കേട്ടോ. നിങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, നിങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ, നിങ്ങളുടെ ഹൃദയം വിതുമ്പുമ്പോൾ, നിങ്ങൾ മനസ്സുകൊണ്ട് തകരുമ്പോൾ, നിങ്ങൾ ക്ഷീണിതനായി മാറുമ്പോൾ, ആശ്വാസത്തിന്റെ കരമെല്ലാം മാറിപ്പോകുമ്പോൾ, ആപത്ത് സമയത്ത് നിങ്ങളെല്ലാവരും വിട്ട് ഓടിപ്പോകുമ്പോൾ, നിന്റെ സങ്കടത്തിന്റെ നടുവിൽ നിന്നോടുകൂടെ ആരുമില്ലെങ്കിലും നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. സഹോദര, സഹോദരി, നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ ശബ്ദം അമലിയ ആ ദൈവശബ്ദത്തിൽ പറയുന്നത്, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിന്റെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ പിന്നെ ആരോടെ ചേർന്ന്? നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കാത്ത എത്രയോ നിമിഷങ്ങളുണ്ട്. ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് തരുന്നുണ്ടല്ലോ ദൈവം. അതിൽ ദൈവത്തോട് ചേർന്നിരിക്കാത്ത എത്രയോ നിമിഷങ്ങൾ നമുക്കുണ്ട്, എത്രയോ സമയങ്ങളുണ്ട്. അതേതെല്ലാമാണെന്ന് നിങ്ങൾ രേഖപ്പെടുത്തി നോക്കിയാട്ടെ. ദൈവത്തോട് ചേർന്നിരിക്കാത്ത സമയങ്ങൾ, ഒന്ന് ഈ മൊബൈലുമായിട്ടുള്ള കുത്തിത്തോണ്ടന്, രണ്ടാമത് TV, പിന്നെ ഈ ആൾക്കാരുമായിട്ട് പൊട്ടച്ചൊല്ലുമൊക്കെ പറഞ്ഞ് ഏഷണിയൊക്കെ പറഞ്ഞിരിക്കുന്ന, അങ്ങനെ എത്ര ചില ആളുകൾ ദൈവത്തോട് ചേർന്നിരിക്കാതെ കള്ളുഷാപ്പിലും മറ്റെവിടെയും അമലിയ അങ്ങനെ ദൈവികതമല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഭക്തയെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 91 സംഗീതം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും, അവന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അത് നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇരിക്കുന്ന കസേര, ആ കസേരയോട് നിങ്ങൾ പറ്റിയിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ആ കസേരയിൽ നിങ്ങളുമായിട്ട് ചേർന്നായിരിക്കുന്ന രണ്ടല്ലരി എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നിങ്ങൾ പറ്റിയിരിക്കുമ്പോൾ അവൻ നിങ്ങളോട്, കർത്താവിനോട് ചേർന്ന് വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സകല കഷ്ടങ്ങൾ ദൈവം വിടിവിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ കഷ്ടങ്ങൾ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ്. അതാണ് വചനം പറഞ്ഞത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും, അവന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. സ്തോത്രം. അപ്പൊ ഈ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പുരുഷപ്രായത്തിൽ അവൻ ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് പറ്റിയിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചുകൊണ്ട് അവൻ ദൈവത്തോട് മല്ലുപിടിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്നെ കേൾക്കുന്ന യാക്കോബിൽ അല്ലെങ്കിൽ അതുപോലെ യാക്കോബ് ഒരു രാഷ്ട്രമായി മാറി. തന്റെ പുരുഷപ്രായത്തിൽ താൻ ദൈവത്തോട് മല്ലുപിടിച്ചതുകൊണ്ട് യാക്കോബ് എന്ന് പറയുന്ന ആ വ്യക്തി ഒരു രാഷ്ട്രം തന്നെയായി മാറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 മുതൽ 6 വരെ, യോശുവയുടെ പുസ്തകം 12-ാം അധ്യായം 2 മുതൽ 6 വരെ വാക്യങ്ങളിൽ യാക്കോബിന്റെ പൂർവ്വകാല ചരിത്രം പ്രവാചകൻ തിരിഞ്ഞു നോക്കിയാണ്. ഹല്ലേലൂയ.
അമ്മയുടെ ഉദരത്തിൽ വെച്ച് സഹോദരന്റെ കുതികാൽ പിടിച്ചവൻ പുരുഷപ്രായത്തിൽ ദൈവദൂതനോട് പൊരുതി ജയിച്ചു. തൻഫലമായി അവനൊരു പുതിയ പേര് ലഭിച്ചു, ഇസ്രായേൽ, ദൈവത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 32 വായിക്കുന്നുണ്ട്. ദൈവദൂതന് പറഞ്ഞു, നിന്റെ പേരെന്താകുന്നു? യാക്കോബ്. നിന്റെ പേര് യാക്കോബ്, ഇസ്രായേൽ എന്ന. ആ ഇസ്രായേൽ എന്നൊരു രാഷ്ട്രമായിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഉപായിയായിരുന്ന യാക്കോബ് ദൈവത്തിന്റെ പ്രഭുവായി ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു പ്രകൃതി അവനെ വലിയവനാക്കി. യാക്കോബ് ആരായിരുന്നു? ഉപായിയായിരുന്നു. ഉപായിയായിരുന്ന യാക്കോബ് ദൈവത്തോട് പറ്റിയിരുന്നു. ദൈവത്തോട് പറ്റിയിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവന്റെ കഷ്ടത്തിൽ നിന്ന് വിടുവിച്ച് അവനെ ഉയർത്തി. അവനെ യാക്കോബ് എന്നുള്ള പേര് മാറ്റി ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ പ്രഭുവാക്കി അവന് വലിയവനാക്കി ഉയർത്തി. നമുക്ക് വായിക്കും വളരെ ആശ്ചര്യമാണെന്ന് തോന്നിയാലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, സഹോദര, നീ ദൈവത്തോട് പറ്റിയിരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ യാക്കോബിനെ ഉയർത്തിയ ദൈവം നിന്നെ ഉയർത്താൻ പോകുക. യാക്കോബിനെ മാനിച്ച ദൈവം നിന്നെ മാനിക്കാൻ പോകുക. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കും കാണുന്നുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതായത് നീ ദൈവത്തെ മാനിച്ച് ദൈവത്തിന് എന്തൊരുപാട് വീണെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? ആമേ കരയുന്ന കുഞ്ഞിന്റെ അരികിലേക്ക് ഓടിയെടുത്ത് ചെല്ലുന്ന മാതാവിനെ പോലെ നിന്റെ കർത്താവ് നിന്റെ അരികിലേക്ക് ഓടി വന്ന്, ഹല്ലേലൂയ, അവനൊരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കും. രക്തജയം. ഹല്ലേലൂയ. അങ്ങനെ വേദവസം പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് കർത്താവ് നമുക്കൊരമ്മയെ പോലെയാകുന്നു. അവൻ എൽ ഷദായി, ദൈവം എൽ ഷദായി എന്ന വാക്കിന് അമ്മയെ പോലെ ഹൃദയമുള്ളവൻ എന്നാണ്. അമ്മയെ പോലെ ഹൃദയമുള്ളവൻ. ഒരമ്മയെ പോലെ ഓടി വന്നവനെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ യെശയ്യാ പ്രവാചകൻ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 66-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ഹല്ലേലൂയ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അല്ലേ? അപ്പൊ ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഒരു മക്കൾ എത്ര കഠിന സ്വഭാവമുള്ളവരായിരുന്നാലും ഒരു മാതാവിന്റെ ഹൃദയം എന്ന് പറയുന്നത് മക്കൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും പുറത്തുകൊണ്ട് അവരോട് സഹാനുഭൂതി കാണിക്കുന്ന ഒരു മാതാവിന്റെ ഹൃദയം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു ശിശു ജനിക്കുമ്പോൾ മാതാവിന് കഠിനമായ പ്രസവവേദന ഉണ്ടാകുമെങ്കിലും കുഞ്ഞു ജനിച്ചു കഴിയുമ്പോൾ ആ വേദന സന്തോഷമായി മാറുകയാണ്. ആ വേദന ആ മാതാവിന് സന്തോഷമായി മാറുക. ഈ ഒരു കുഞ്ഞിനെ ഒരു അമ്മ പ്രസവിക്കുമ്പോൾ എത്രമാത്രം പ്രസവവേദനയോട് കൂടിയാണ് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. പക്ഷെ ആ കുഞ്ഞ് പ്രസവിച്ച് തൻ്റെ ഉദരത്തിൽ കിടന്ന ആ കുഞ്ഞിനെ തൻ്റെ കരങ്ങൾ കൊണ്ട് തൊട്ട് ആ കുഞ്ഞിനെ പാലൂട്ടുവാൻ അമ്മ തുടങ്ങുമ്പോൾ തൻ്റെ വേദനകളെല്ലാം മറക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതുപോലെ മശീഹ മടങ്ങി വരുന്നു കൂടി ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേൽ ഒരു പുതിയ രാഷ്ട്രമായി രംഗപ്രവേശം ചെയ്യും. അതൊരു പ്രതിഭാസമായിരിക്കുമെന്ന് ഹല്ലേലൂയ പ്രവാചകൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാനിവിടെ നിങ്ങൾ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ എത്ര കഷ്ടതയിലൂടെ കടന്നുപോയാലും വേദനയുടെ അനുഭവത്തിൽ കടന്നുപോയാലും ഹല്ലേലൂയ ഒരമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ യേശുവുണ്ട്. നീ ഒരുപക്ഷെ കണ്ണുനീരായിരിക്കും, നിനക്ക് സങ്കടമായിരിക്കും, ദുഃഖമായിരിക്കും, വേദനയായിരിക്കും, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിലയിൽ ഒരുപക്ഷെ നിന്റെ ജീവിതം തളർന്നിരിക്കുന്നേക്കാം. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഭർത്താവിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഭാര്യയെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഭർത്താവിന്റെ മദ്യപാനം, വഴിവിട്ട ജീവിതം, ഹല്ലേലൂയ, മക്കളുടെ വഴിവിട്ട ജീവിതം, ലഹരിക്കടിമ, ഭാര്യയുടെ വഴിവിട്ട ജീവിതം, ഇങ്ങനെ വിവിധ നിലകളിൽ നീ തളർന്നവളായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതെന്താ? നീ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിലേക്ക് യാക്കോബ് തന്റെ പുരുഷപ്രായത്തിൽ ഹല്ലേലൂയ ദൈവത്തോട് പൊരുതിയതുപോലെ നിനക്ക് ലഭിച്ചിരിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തിന് മുഴങ്ങാലും മടക്കി നീ പ്രാർത്ഥിക്കുന്ന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ രക്തജയം. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഒരമ്മയെപ്പോലെ
കർത്താവിന്റെ അരികിലേക്ക് ഇറങ്ങി വരും, രക്തം ചെയ്യും. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ സങ്കടങ്ങൾ എനിക്കറിയാം. ഒരുപാട് ആളുകളുടെ സങ്കടങ്ങൾ പറഞ്ഞ് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അവരുടെ സങ്കടത്തോടൊപ്പം ചേർന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവരുടെ നിരാശകളൊന്ന് മാറാൻ, അവരുടെ സങ്കടങ്ങളൊന്ന് മാറുവാൻ, അവരെ ആ ദുഃഖത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുവാൻ, ഒരാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ഒരാശ്വാസത്തിന്റെ സന്ദേശം നൽകി കൊടുക്കുവാൻ ഞാൻ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ഞാനും അങ്ങനെയൊക്കെയാ. പലപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളുണ്ട്, വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട്, ദുഃഖിക്കുന്ന അനുഭവങ്ങളുണ്ട്. അല്ലേലിയ, എല്ലാവരും കൈവിട്ട് കളഞ്ഞോ എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെ യാക്കോബ് തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ആ സമയങ്ങളിലൊക്കെ ദൈവത്തോട് ചേർന്നിരിക്കും. കർത്താവേ, നീ അറിയാതൊന്നും സംഭവിക്കുന്നില്ലല്ലോ, നീ അറിയാതൊന്നും സംഭവിക്കുകയില്ലല്ലോ, എല്ലാം നിന്റെ പദ്ധതിയാണല്ലോ, എല്ലാം നിന്റെ പ്ലാനാണല്ലോ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. യാക്കോബിനെ പോലെ പറയും ഞാൻ ചിലപ്പോൾ, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിട്ടുകയില്ല. സ്തോത്രം. കർത്താവ് പറയും, നീ എന്നോട് പറ്റിയിരിക്കെ, ഞാൻ നിന്നെ വിടിവിക്കും. നീ എന്റെ നാമത്തെ അറിയേ, ഞാൻ നിന്നെ ഉയർത്തും. പ്രൈസ്. തളറിവാൻ പാടില്ല കേട്ടോ, നീ ക്ഷീണിക്കാൻ പാടില്ല. നിന്റെ ഹൃദയത്തിന്റെ വേദന കൊണ്ട്, നിന്റെ ഹൃദയത്തിന്റെ ദുഃഖം കൊണ്ട് നീ അനുഭവിക്കുന്ന മാനസിക വ്യഥകൾ കൊണ്ട് ഒരുപക്ഷെ നിന്റെ ജീവിതം പോലും തകർത്ത് കളയാൻ, നിന്നെ മരണത്തിലേക്ക് പോലും നയിക്കുന്ന ചില ചിന്തകൾ സാത്താൻ കൊണ്ടുതരും. ഹല്ലേലൂയ. പിശാച് പറയും, ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിശാച് പറയും, ഇനി നിനക്ക് ജയിക്കാൻ കഴിയത്തില്ല, എല്ലാം തകർന്നു, ഇനി നിനക്ക് ഭാവിയില്ല, നീ ഇനി മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, നീ മരിച്ചു എന്ന് സാത്താൻ വന്നതിന്റെ ചെവി പറയും. അങ്ങനെ സാത്താൻ നിന്നോട് പറയുമ്പോൾ നീ അതിനെ ജയിക്കണം. യാക്കോബ് തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി ജയിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത ചിന്തകൾ കടന്നു വരുമ്പോൾ നീ ദൈവത്തിൽ നിന്ന് പൊരുതി പ്രാർത്ഥിക്കണം. സാത്താനെ നീ പരാജയപ്പെടുത്തണം. ഹല്ലേലൂയ. നീ ജയിക്കണം. പ്രൈസ്. നീ ജയിച്ച് കാണാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകളുണ്ട്. ഒരുപാട് പരീക്ഷകൾ എഴുതി എഴുതി വേണം ഒരു കുട്ടി ജയിച്ച് ഉന്നതമായ നിലവാരത്തിലെത്താൻ. ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്ന സമയം തൊട്ട് കുഞ്ഞ് നല്ലൊരു ഉന്നതമായ വിദ്യാഭ്യാസ നിലയിലെത്തി നല്ലൊരു ജോലി വാങ്ങുന്നിടം വരെ അനവധി പരീക്ഷ എഴുതണം. വിവിധ വിഷയങ്ങൾക്ക് വിവിധ ക്ലാസ്സുകളിൽ പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് മേൽക്കുമേൽ ജയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ പരീക്ഷയിൽ ജയിച്ച് ആ കുഞ്ഞ് ഉന്നതമായ നിലയിൽ എത്തിക്കഴിയുമ്പോൾ ആ കുഞ്ഞ് സ്വസ്ഥമായിട്ട് പറയും, ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചു, എൻ്റെ കഠിനാധ്വാനമാണ്, എൻ്റെ കഠിന പ്രയത്നമാണ്, ഉറക്കം കളഞ്ഞ് സമയം നോക്കാതെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്, കണ്ണുനീരോടെ പഠിച്ചതുമാണ് ഞാൻ ഇന്ന് വിജയത്തിലെത്തിയെന്ന് എത്രയോ ആളുകൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അതുപോലെ ജീവിതം എന്ന് പറയുന്നതും ഒരു പരീക്ഷയാകട്ടെ. ഓരോ ദിവസവും നിങ്ങൾ പരീക്ഷയെ ജയിക്കണം. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുന്ന സാത്താൻ വിവിധമായ വിഷയങ്ങൾ, പരീക്ഷകൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുത്തരുമ്പോൾ ഹല്ലേലൂയ, എല്ലാ ദിവസവും നിനക്ക് നേരെ കടന്ന പരീക്ഷകളെ നീ ജയിച്ച് നിന്റെ ജീവിതമാകുന്ന അല്ലെങ്കിൽ ആ അനുഭവത്തെ നീ മുമ്പോട്ട് വിജയത്തിലെത്തിക്കണം. ജീവിതം എന്ന് പറഞ്ഞ പരീക്ഷകളുടെ എത്ര കാലം കിട്ടുമോ അത്രയും കാലം പരീക്ഷയിൽ കൂടി ജയിച്ച് 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 മുന്നേറണം. പ്രൈസ്. അപ്പൊ യാക്കോബിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറഞ്ഞു, ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും എന്ന് വചനം പറയുക. മാത്രമല്ല, നമ്മൾ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 49-ാം അധ്യായം വായിച്ചാല് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട് കേട്ടോ. 49-ാം അധ്യായം 15-ാം വാക്യത്തിൽ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈ വരച്ചിരിക്കുന്നു. ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കും. ഹല്ലേലൂയ. ചിലരോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്, പെറ്റ തള്ള കുഞ്ഞിനെ മറക്കും? ഞങ്ങളാരും മറക്കത്തില്ല. എത്രയോ പേര് ഇന്നത്തെ കാലങ്ങളിൽ, എത്രയോ ആളുകളാണ് സ്വന്തം ചോര കുഞ്ഞിനെ അവൻ ജനിച്ച് മണിക്കൂറുകൾ തികഞ്ഞ കുഞ്ഞുങ്ങളെ കൊണ്ട് വഴിയോരത്തിടുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു. ഒരു കുഞ്ഞ് ജനിച്ച് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന്
ആമീൻ വഴിയിലേക്ക് ആമീൻ ചവിട്ടുകൊട്ടയെ കൊണ്ട് തള്ളി. ആ കുഞ്ഞിനൊന്നും അറിയത്തില്ല. പക്ഷെ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, വഴിയോരത്ത് നടക്കുന്ന തെരുവുനായ്ക്കൾ എന്ന് പറഞ്ഞ ഒരു വലിയ കൂട്ടം ജനം, വലിയ കൂട്ടം നായ്ക്കള്, ജനമല്ല കേട്ടോ, ജനമല്ല നായ്ക്കൾ കേട്ടോ, അല്ലേറിയ ആ വലിയ കൂട്ടം നായ്ക്കൾ വന്ന് ഈ കുഞ്ഞിന് ചുറ്റും കാവലിരുന്നു. നേരം വെളുക്കുന്നവരെ ആളുകൾ വരുന്ന ഈ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനും വരെ ആ തിരുനായ്ക്കൾ കൊണ്ടിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? സ്വന്തം കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും ആ കുഞ്ഞിനെ രാത്രിയിൽ മറ്റൊന്നും കടിച്ചു കയറാതിരിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായിരിക്കും, ദൈവം അയച്ചതായിരിക്കും ഈ തെരുവുനായ്ക്കളെ എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ ആ വാർത്ത എനിക്ക് വളരെ സങ്കടം തോന്നി. ആ തെരുവുനായ്ക്കളോട് വളരെ സ്നേഹം തോന്നി. ഹല്ലേലൂയ. ചില സമയത്ത് ദൈവം ഏതെല്ലാം നിലയിലെ പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നൂറ് സംഭവങ്ങൾ. പിന്നെ സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കും പ്രിയരെ. സ്ത്രീ തന്റെ കുഞ്ഞിനെ, എത്രയോ സഹോദരിമാർ, എത്രയോ കുട്ടികളാണ്, യുവതികളാണ് ആമി സ്തോത്രം, ആമി ഗർഭസ്ഥ ശിശുവിനെ ആമി കൊല ചെയ്യുന്നത്. സ്വന്തം ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ എത്രയോ കുട്ടികളാണ്, എത്രയോ യുവതികളാണ് കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത്. അതിലെത്രയോ പേരൻസ് ആണ് കൂട്ടുനിൽക്കുന്നത്. ഹല്ലേലൂയ. അബോർഷൻ ചെയ്യുക, സ്വന്തം ഉദരത്തിൽ വന്ന് ഗർഭസ്ഥ ശിശുവിനെ കൊല ചെയ്യുന്നത്രോട്ടം വലിയ കുലപാതകം ഈ ലോകത്തിൽ വേറെയൊന്നുമില്ല. അങ്ങനെ കുലപാതകം ചെയ്ത സ്വന്തം കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് തന്നെ അബോർഷൻ ചെയ്ത് കൊന്നുകളഞ്ഞ് എത്രയോ സഹോദരിമാർ ഇന്ന് അല്ലെങ്കിൽ വലിയ മാന്യത കളിച്ച് നടക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ അവരെ കുറിച്ച് ചിന്തിച്ചാൽ അതോടാണ് അബോർഷൻ പാടില്ല എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനെന്തിനും നമ്മളെ സൂക്ഷിക്കും. അപ്പൊ സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കും. ഞാൻ ആ വിഷയം വിട്ടുകയാണ്, നിങ്ങൾക്കത് അറിയാമല്ലോ. സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കും. ഹല്ലേലൂയ. താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുവോ? അവർ മറന്നു കളഞ്ഞാലും ഹല്ലേലൂയ, ഞാൻ നിന്നെ ഹല്ലേലൂയ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളകയിൽ വരച്ചിരിക്കുന്നു. അത് ദൈവം നിന്നെ ഒരിക്കലും മറക്കത്തില്ല. നിന്നെ സൃഷ്ടിച്ചവൻ, നിന്നെ നിർമ്മിച്ചവൻ, നിന്നെ ഉണ്ടാക്കിയവൻ, നിനക്ക് ജീവൻ തന്നവൻ, ശ്വാസം തന്നവൻ, ഈ ഭൂമിയിലേക്ക് നിന്നെ ജനിപ്പാൻ അവസരം തന്നവൻ, അവൻ നിന്നെ ഒരിക്കലും മറന്നു കളയില്ല. അവനെന്തോളം യേശു നിന്നെ ഒരിക്കലും മറന്നു കളയില്ല. കർത്താവ് നിന്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുക. രക്തം ചെയ്യും. അതേ സ്നേഹിത, നമ്മെ സ്നേഹിക്കുന്ന യേശു മാത്രമാ. സഹോദരി, നിന്നെ സ്നേഹിക്കുന്ന യേശു മാത്രമാ. നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കത്തില്ല. നിന്റെ ഭർത്താവിന്റെ സ്നേഹം പലതും വ്യാജമായിരിക്കും. സഹോദരൻ, നിന്റെ ഭാര്യയുടെ സ്നേഹം പലതും വ്യാജമായിരിക്കും. മക്കൾ അപ്പനമ്മമാരോട് പല വ്യാജ സ്നേഹം കാണിക്കും. അപ്പനമ്മമാർ മക്കളോടും വ്യാജ സ്നേഹം കാണിക്കും. അതെല്ലാം നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്തോത്രം. പക്ഷെ നമ്മുടെ കർത്താവ് വ്യാജം എന്ന് പറയുന്നത്, വ്യാജം പറയാൻ ഞാൻ മനുഷ്യനല്ലെന്നാ അല്ലെങ്കിൽ സംഖ്യാപുസ്തകങ്ങൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവ് വ്യാജം കാണിക്കാത്തവന്. അതുകൊണ്ടാണ് ഈ മാലാഖയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം കാണുന്നുണ്ട്. യഹോവയായി ഞാൻ മാറാത്തവൻ. ഒരിക്കലും നമ്മുടെ കർത്താവ് മാറാത്തവൻ, വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. ഹല്ലേലൂയ. ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. സ്തോത്രം. അപ്പം യാക്കോബിന്റെ മക്കൾ, അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഞാനും നിങ്ങളുമൊക്കെ മുടിഞ്ഞു പോകാതിരിക്കുന്നതിന്റെ കാരണം എന്താ? നമ്മുടെ കർത്താവ് മാറാത്തവനായതുകൊണ്ടാണ്. വാക്ക് പറഞ്ഞിട്ട് മാറാത്തവന്. ഹല്ലേലൂയ. അവൻ നമ്മോട് കൂടെ നടക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി, അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞു, അവനോട് അപേക്ഷിച്ചു. ആ അപേക്ഷ ദൈവം കേട്ടു. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. അവന് സകലത്തിൽ ദൈവം അനുഗ്രഹിച്ചു. മാത്രമല്ല, ഹല്ലേലൂയ, അവന്റെ പേര് മാറ്റി, അവനൊരു രാഷ്ട്രമാക്കി മാറ്റി. അതെ, നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നത്. ഇന്ന് നിന്റെ കഷ്ടത മാറി യാക്കോബിനെ ഒരു രാഷ്ട്രമാക്കി മാറ്റിയ ദൈവം നിന്റെ ഉയർച്ചയുടെ പടവുകളിലേക്ക് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നീ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ ദൈവം നിനക്ക് നൽകാൻ പോവുകയാണ്. നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീരിന്റെ ദൈവം തുടയ്ക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് സോമാവി നീ പ്രാർത്ഥനയോടെ ദൈവത്തിന് വിശ്വസിപ്പാണ്. യാക്കോബിനെ അനുഗ്രഹിച്ച കർത്താവ്, യാക്കോബിനെ രാഷ്ട്രമാക്കി മാറ്റിയ ദൈവമേ,
തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി ദൂതനോട് പൊരുതി ജയിച്ച യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് പകലിന്റെ കണ്ണുനീരിനൊരു മറുപടി തരണമെന്ന് നീ യേശുവിനോട് പറയുന്നെങ്കിൽ ഹല്ലേലൂയ, കർത്താവിനെ മാനിക്കും കേട്ടോ. രക്തം ചെയ്യും. പ്രൈസലോ. നിങ്ങൾ ഏതെങ്കിലും പാപ സ്വഭാവത്തിന് അടിമയാണെങ്കിൽ ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്താ പറയുക, പലരും പലവിധമായ പാപ സ്വഭാവത്തിന് അടിമകളാണ്. ഹല്ലേലൂയ. പാപ സ്വഭാവത്തിന് അടിമകളായിരിക്കുന്ന സ്വഭാവി, പാപ സ്വഭാവത്തിന് അടിമകളായിരിക്കുന്ന സഹോദര സഹോദരി, ഹല്ലേലൂയ, നിന്റെ പാപമാകുന്ന ജീവിതത്തിൽ, പാപ ശരീരത്തിൽ നീ പുറത്തു വരണം. പ്രൈസലോ. നിന്റെ ജഡത്തോട് വാതുകെട്ടിന്റെ ജഡത്തോട് അവകാശം പറഞ്ഞ് ജഡത്തെ കൊണ്ട് പാപം ചെയ്യുന്നതിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ നീക്കിക്കളഞ്ഞിട്ട്, ഹല്ലേലൂയ, നീ ക്രിസ്തുവിനോട് ഒരു വീണ്ടും ജന്മം പ്രാപിക്കണം, ഒരു പുനർജന്മം പ്രാപിക്കണം, ഒരു ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. നിനക്ക് ദൈവം പിതാവും പിതാവിനും നീ മകനും മകളോ ആയിരിക്കണം. നീ ഒരു പിതാവിന് മകളായിരിക്കണം, പിതാവിന് മകനായിരിക്കണം. നിനക്ക് പിതാവിന് ഏകൻ, നിനക്ക് പിതാവ് ഏക ദൈവം മാത്രം, യേശു ക്രിസ്തു. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് സന്തോഷിപ്പാൻ തരുന്ന അവസരങ്ങളെ നമ്മൾ ദൈവത്തോട് ചേർത്ത് നിർത്തണം. രക്തം ചെയ്യണം. മാനസികമായി തകർന്ന നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ടെന്ന്. അല്ലെങ്കിൽ സഹോദരി, സഹോദര, മാനസികമായി തകർന്ന നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. നിന്നെ ചില പരീക്ഷയിലൂടെ ദൈവം കടത്തി വിടുന്നത് നിന്നെ തകർക്കുവാനല്ല, ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയാ. സ്തോത്രം. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പരിശോധനയിൽ കടന്നുപോയ വ്യക്തിയാണല്ലോ യോബ് എന്ന് പറയുന്നത്. ആ മനുഷ്യൻ കടന്നുപോയ വേദനകൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആ മനുഷ്യൻ അനുഭവിച്ച സങ്കടങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം വായിച്ചു കഴിയുമ്പോൾ യോബ് എന്ന് പറയുന്ന ഭക്തന്റെ ജീവിതത്തിൽ കടന്നു വന്ന പരിശോധനകൾ എത്ര ഭയാനകമായിരുന്നു. രക്തം ചെയ്യും. പ്രൈസ്. പക്ഷെ യോബ് തളർന്നു പോയോ? യോബ് തളർന്നു പോയില്ല. തന്റെ ഭാര്യ തന്നെ തള്ളിപ്പറഞ്ഞു. തന്റെ സ്നേഹിതന്മാർ കൂട്ടിനായി വന്നവർ, ആശ്വസിപ്പിക്കാൻ വന്നവർ യോബിന്റെ കുറ്റം കണ്ടുപിടിക്കുകയാണ്. എന്റെ അങ്ങനെ എല്ലാവരും യോബ് താളപ്പെട്ട് നിന്ദിക്കപ്പെട്ട് ജീവിതമാകുന്ന പരീക്ഷയിലൂടെ യോബ് കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ, യോബ് ദൈവത്തോട് പറ്റിയിരുന്നു കേട്ടോ. യോബിന്റെ ജീവിതത്തിൽ ഞാൻ 91 സംഗതി വായിച്ച വാക്കുമല്ല, അവൻ എന്നോട് പറ്റിയാനെ വിടിവിക്കും. ഞാൻ യോബിനെ ദൈവം എന്ത് ചെയ്തു? വിടിവിച്ചു. യോബിനെ ദൈവം ഉയർത്തി. 42-ാം അധ്യായത്തിൽ ഇവർ യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ വരുമ്പോൾ 10-ാം വാക്യം വായിക്കുമ്പോൾ രേഖപ്പെടുത്തി നിങ്ങൾക്കെല്ലാം അറിയാം. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അവന് മുമ്പേ നഷ്ടപ്പെട്ടു പോയ ആടുമാട് കന്നുകാലികളെല്ലാം ദൈവം ഇരട്ടിയായി കൊടുത്തു. പ്രൈസലോ. മാത്രമല്ല, തനിക്ക് നഷ്ടപ്പെട്ടു പോയ 10 മക്കൾ, മരിച്ചുപോയ 10 മക്കൾക്ക് പകരം വീണ്ടും 10 മക്കളെ കൂടെ യോബിന് ദൈവം കൊടുത്തു. ഇവിടെ തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി, അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ച ആ പ്രാർത്ഥനയുടെ മറുപടി യാക്കോബിന്റെ ജീവിതത്തിൽ, യോബിന്റെ ജീവിതത്തിൽ കാണുമ്പോൾ അത് നിനക്ക് തന്നിരിക്കുന്ന സമയത്ത് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ചില അത്ഭുതങ്ങൾ നടക്കും കേട്ടോ. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ചില അത്ഭുതം നടക്കാൻ സമയമായി. എന്നും നീ കരഞ്ഞിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന കരം നിന്റെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നിന്റെ ഇരുട്ടിനെ മാറ്റാൻ ദൈവത്തിന് കഴിയും. നിന്റെ വേദനയെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഇന്നലെ വരെ നീ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച ചില വിഷയത്തിന്റെ നടുവിലേക്ക് ഹല്ലേലൂയ അവൻ നിന്നെ കരനീട്ടി പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അരികിലേക്ക് നടന്നു ചെല്ലുക വെള്ളത്തിലൂടെ. ഹല്ലേലൂയ. വലിയ കാറ്റ് കണ്ട് പേടിച്ച് പത്രോസ് മുങ്ങിത്തുടങ്ങിയപ്പോൾ നമ്മുടെ അരുമനാഥൻ കൈനീട്ടി പത്രോസിനെ ഹല്ലേലൂയ തൊട്ടു. വലിയ പത്രോസിനെ ആ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ പത്രോസിനെ കാത്ത, പരിപാലിച്ച് സംരക്ഷിച്ച ഒരു ദൈവമുണ്ടല്ലോ. ഇന്ന് നീ മുങ്ങി താഴുന്ന ചില വിഷയമുണ്ട്. അവൻ നിലയില്ല കയത്തിൽ മുങ്ങുന്നത് പോലെ, മുങ്ങി താഴുന്നത് പോലെ അല്ലേ നിന്റെ ജീവിതം പോകുന്നേ? ഹല്ലേലൂയ. നിലയില്ല കയത്തിൽ മുങ്ങി താഴുമ്പോൾ പത്രോസ് യേശുവിന്റെ അരികിലേക്ക് നടന്നെടുത്തപ്പോൾ കാറ്റ് കണ്ട് ഭയന്നു. വെള്ളത്തിൽ മുങ്ങി താഴുന്നപ്പോൾ കച്ചി തുരുമ്പും മഫയും എന്ന് പറയുന്നത് പോലെ
നമ്മുടെ അരുമനാഥൻ കരനീട്ടി പത്രോസിനെ വെള്ളത്തിൽ മുക്കിക്കളയാതെ ഏറ്റെടുത്തതുപോലെ ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാപി പിതാവേ, ലേലിയ നിലയിലാ കയത്തിൽ മുങ്ങിത്താഴ്ന്ന അനുഭവമാണ് നിനക്ക്. അതേ അരുമനാഥന്റെ കരം നിന്റെ അരികിലേക്ക് വരുന്നു. അരുമനാഥന്റെ കരം, നിന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കരം നിന്നെ മുക്കിക്കളയാതെ നിന്നെ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. എത്ര വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് പ്രേക്ഷകരോ, എനിക്കറിയാം ഒരുപാട് പേര് സങ്കടപ്പെട്ടിരിക്കുക, ഒരുപാട് കുടുംബങ്ങൾ സങ്കടപ്പെട്ടിരിക്കുക, ഒരുപാട് സഹോദരിമാർ കരഞ്ഞ് കരഞ്ഞ് സ്തോത്രം അലിയെ നിവരുവാൻ കഴിയാതെ മനസ്സുകൊണ്ട് ക്ഷീണിച്ചു പോയി. എനിക്ക് ഒരുപാട് പേരെ അറിയാം, ഒരുപാട് പേര് എന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ബഹാരം അറിയുന്നൊരു ദൈവമുണ്ട്. പ്രൈസലോ, നിന്നെ തകർക്കുവാനല്ല ദൈവം ഈ വഴിയിലൂടെ വിട്ടത്, നിന്നെ തകർക്കുവാനല്ല ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്, നിന്നെ പണിതെടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഈ പ്രഭാതത്തിൽ ഈ ദൈവത്തിന് കേൾക്കുമ്പോൾ ഹല്ലേലൂയ, വചനത്തിന് മുമ്പിലും താഴ്ത്തി കൊടുക്കാമോ? ഹല്ലേലൂയ. ഉപായിയായിരുന്ന യാക്കോബിനെ ഉയർത്തിയ ഒരു ദൈവം നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ മുഴുവൻ മാറ്റിയിട്ട് നിന്നെ അവൻ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. രക്തജയം. പ്രൈസലോ. നമുക്ക് കണ്ണുനീരിലൂടെ പ്രാർത്ഥിക്കാം കേട്ടോ, നമുക്ക് കണ്ണുനീരിലൂടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഞാനൊക്കെ എന്തുമാത്രം സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ആളാണ്. ഞാൻ എപ്പോഴും പറയാം, എല്ലാ ദിവസവും ഇതൊക്കെ പറയാറുണ്ട്. ഞാൻ ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ആളാണ്. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ട് എങ്ങനെ നിൽക്കുന്നതെന്നറിയാമോ? തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് ദൂതരോട് പൊരുതി ജയിച്ചൊരു യാക്കോബിന്റെ സ്ഥിതി മാറ്റിയൊരു ദൈവമുണ്ടെന്ന് ഞാൻ വളരെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്. എനിക്കറിയാം, ഞാനും മുങ്ങിത്താഴാൻ പോകുന്ന അവസരത്തിൽ കച്ചിത്തൊരു പകയൊന്നവരിലെ വെള്ളത്തിൽ മുങ്ങിത്താഴാൻ പോയ പത്രോസിനെ കൈപിടിച്ച് ഉയർത്തിയ ഒരു ദൈവമുണ്ട്. അവൻ എന്നെ പിടിച്ചുയർത്തുന്നൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ ദിനംതോറും നിൽക്കുന്നത് കേട്ടോ. നീ അനുഭവത്തിലേക്ക് വരണം. നിന്റെ വിശ്വാസം പ്രാർത്ഥന അങ്ങ് ശക്തിപ്പെടട്ടെ. പ്രൈസോ. ചിലർ പറയും, പാസ്റ്റർക്ക് അങ്ങനെയൊക്കെ പറയും. എനിക്കിങ്ങനെ പറയാനല്ല, എനിക്കത് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ പറയരുത്. നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കണം. നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചൊരു ദൈവമുണ്ടല്ലോ. നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല അയച്ചത് കർത്താവ്, നിന്നെ വളർത്താൻ വേണ്ടി. നിന്നെ പണിയാൻ വേണ്ടിയാണെന്ന്, നിന്നെ വളർത്താൻ വേണ്ടിയാ. നീ കർത്താവിന്റെ ഒരു സാക്ഷ്യമായി നിൽക്കണം. പ്രവേശനം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവി എന്ന് ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തെ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ. പ്രാർത്ഥന കേൾക്കുന്നവൻ ഒറ്റ ദൈവമേ ഉള്ളൂ. പ്രാർത്ഥന കേൾക്കുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ. ഒരുപാട് ദൈവങ്ങൾ കാണും, പക്ഷെ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ. ദാവീദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ ഒരുപാട് ദൈവങ്ങൾ. സ്തോത്രം. പക്ഷെ ദാവീദ് അതിന്റെ നടുവിൽ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ എന്ന് വിളിക്കുന്നത് എവിടെയാണ്? 65-ാം സങ്കീർത്തനം 2-ാം വാക്യം. 65-ാം സങ്കീർത്തനം 2-ാം വാക്യം ദാവീദ് പറയുകയാണ്, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. പ്രീസലോ. എന്നിട്ട് പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ, സകല ജഡവും നിന്റെ അരികിലേക്ക് വരുന്നു. അല്ലേ? അപ്പൊ ഇത് ദാവീദിന്റെ അല്ലെ ഒരു ഗീതമാണ്. ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചാണ് പറയുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്നവൻ എന്നത് ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ അതിശ്രേഷ്ഠമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ ഏറ്റവും അതിശ്രേഷ്ഠമാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്. അത് നിന്റെ സകല പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട്. അല്ലെ? പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് നീ വന്ന് നീ അവനോട് പങ്കുവെക്കുമ്പോൾ ആ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പ്രൈസ് സ്തോത്രം. അതുകൊണ്ട് വചനം പറയുകയാണ്, ഹല്ലേലൂയ, അവൻ പ്രാർത്ഥിക്കുമ്പോൾ, അവൻ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ പ്രാർത്ഥനകൾ കേൾക്കുന്നവന് മാത്രമല്ല, പ്രാർത്ഥനകൾക്കുള്ള മറുപടി ഉടൻ തന്നെ നൽകുന്നവനാണ്. പ്രാർത്ഥനകളുള്ള മറുപടി ഉത്തരവ് ഉടൻ തന്നെ നൽകുന്നവനുമാണ് നമ്മുടെ ദൈവം കേട്ടോ. കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന ദൈവത്തിന്റെ ഹൃദയത്തെ ഉരുക്കും. നിങ്ങളുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവത്തിന്റെ ഹൃദയത്തെ ഉരുക്കും. പ്രൈസ് ലോർഡ്. എന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ പറയട്ടെ, ആമേ ജീവിത കഷ്ടതയുടെ കടന്നു സൗരസ്മാരോട് പറയട്ടെ, ഒരുപക്ഷെ നീ ജീവിതത്തിൽ ഉയരുവാൻ വേണ്ടി പല പരീക്ഷകളും നീ തോറ്റവളായിരിക്കാം. പല കടപ്പുകൾ നീ മുമ്പ് കടക്കേണ്ടി വന്നേക്കാം. പക്ഷെ പ്രാർത്ഥന കേൾക്കുന്നതിന് ആ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് നീ പ്രാർത്ഥിച്ചിട്ട്
നിന്റെ ഈ ലോകത്തിലെ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ ഒരു ജോലിക്ക് വേണ്ടി നീ വിവിധ ടെസ്റ്റുകൾ എഴുതുമ്പോൾ, നിന്നെ വിവിധ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ, നിന്നെ പല ട്രെയിനിങ്ങിന് വിളിക്കുമ്പോൾ, നീ അതിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവരായുള്ളൂ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിന്നെ ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് പരീക്ഷ എഴുതുന്ന ചില കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്ന് പരീക്ഷ എഴുതുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് പരീക്ഷ എഴുതുന്ന ചില കുഞ്ഞുങ്ങളോട് പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് മകളെ. ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് നീ പറഞ്ഞ് നീ പരീക്ഷ ഹോളിൽ എത്തിക്കഴിയുമ്പോൾ നിന്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ ക്വസ്റ്റിനും എന്റെ ആൻസർ നിനക്ക് തെറ്റുകൂടാതെ എഴുതുവാൻ അവൻ ദൈവികമായ ജ്ഞാനം തരും നിനക്ക്. സ്തോത്രം. ഒരു ജോലിക്ക് വേണ്ടി നീ ആഗ്രഹിക്കുകയാണോ? നീ പല വാതിലും കയറി ഇറങ്ങി മുട്ടി, ഒരു വാതിലിന് മുമ്പിൽ തുറന്നില്ല. പക്ഷെ ചില വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് മുമ്പിൽ വന്ന് നീ ആ ദൈവത്തോട്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട്, യേശുവിനെ നീ പ്രാർത്ഥിച്ച് നീ പോകുന്ന വഴിയിൽ നിന്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ ദൈവം തുറന്നു തരുമെന്ന് ഉത്തരവ് ഉടനടി തരും കേട്ടോ. അല്ലേല് കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥന ദൈവത്തിന്റെ ഹൃദയം ഒരുക്കുന്നു. കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം കിട്ടും. യാക്കോബ് ഹല്ലേലൂയ തന്റെ സഹോദരനെ കാണുവാൻ ഭയന്ന്, ഹല്ലേലൂയ, യാക്കോബ് തന്റെ സഹോദരനെ കാണുവാൻ ഭയന്ന് മനോവ്യാകുലത്തോടു കൂടി ഇരുന്ന് കണ്ട് നമ്മുടെ കർത്താവ് കരുണ കാണിച്ചു. ഹല്ലേലൂയ. കർത്താവ് തന്നെ യാക്കോബിനെ സഹായിക്കാനായി ഉടൻ ഇറങ്ങി വന്നു. യാക്കോബിനെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യാക്കോബിന്റെ സഹോദരൻ ലാബാൻ തന്നെ കാണാൻ വരുന്നുവെന്ന് കേട്ടപ്പോൾ യാക്കോബ് ഭയന്നു പോയി കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ ദൈവം ലാബാനോട് കേട്ടോ, അവന്റെ മേൽ തുടരുത്. ഹല്ലേലൂയ. യാക്കോബിനെ ദൈവം ആശ്വസിപ്പിച്ചു. അപ്പൊ ഈ ദൈവം നിന്റെ ശത്രുപക്ഷത്തിനും ദൈവം ദൈവരോട് സംസാരിക്കും, നിന്നോട് സംസാരിക്കും. നിന്റെ ശത്രുപക്ഷത്തോട് ദൈവം, ശത്രുവിനെ ദൈവം മാറ്റി അവരുടെ ഹൃദയങ്ങളിൽ ദൈവം ഇടപെടും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കേട്ടോ. നീ പ്രാർത്ഥന, യാക്കോബിന്റെ പ്രാർത്ഥന പോലെ നീ പ്രാർത്ഥിക്കുക. ഇത് ഹോശേയ പ്രവാചകൻ ഈ യാക്കോബിന്റെ കഴിഞ്ഞകാല പൂർവ്വകാല സംഭവങ്ങളെ കുറിച്ച് ഹോശേയ പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ വചനം ഏറ്റെടുത്ത് ദൈവസ്നേഹ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയാ കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം, യാക്കോബ് അന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന അവന്റെ സഹോദരനെ സമാധാനത്തോടു കൂടി കണ്ടുമുട്ടുവാൻ ദൈവം സഹായിച്ചു. യാക്കോബ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? തന്റെ സഹോദരനെ സമാധാനത്തോടു കൂടി കാണുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുക കാണുന്നത്, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പോരാട്ടങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾക്കെതിരായി ശത്രു വരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കണ്ണുനീരോടുകൂടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾക്കെതിരെ വരുന്ന ശത്രുവിനെ ദൈവം നിയന്ത്രിക്കും. ഈ യാക്കോബിനെതിരെ കടന്നു വരുന്ന ആരാ? തന്റെ സഹോദരൻ ലാബാനാ. ഹല്ലേലൂയ. സഹോദരൻ ഏശാവ്, ലാബാനല്ല, ഏശാവ്. ഏശാവ് ഒരിക്കൽ യാക്കോബിനെതിരെ ലാബാന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയപ്പോൾ യാക്കോബിന്റെ ഒരെതിര് ലാബാനും. ഈ ഭാഗത്തൊക്കെ യാക്കോബ് ജയിക്കാൻ കാരണം അവന്റെ പ്രാർത്ഥനയാണ്. ഏശാവിന്റെ ഭയന്ന ലാബാന്റെ എനിക്ക് ചെല്ലുന്നത്. അവിടെ നിന്നും തന്നെ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവിടെ നിന്നും തന്നെ എല്ലാ വിധത്തിലും തനിക്കെതിരായി എതിര് വന്നപ്പോൾ ഇവിടെ യാക്കോബിനെ സംരക്ഷിച്ചത്, ഹല്ലേലൂയ, ദൈവികരങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാ നിലയിലും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന്. എല്ലാ നിലയിലും ശത്രു, നിന്റെ സഹോദരങ്ങളെല്ലാം, നിന്റെ ബന്ധുക്കൾ എല്ലാവരും നിനക്കെതിരായാലും, ഇപ്പൊ യാക്കോബിന്റെ സഹോദരനായാലും ബന്ധുക്കളായിരുന്നാലും ആരെല്ലാം എതിരായിരുന്നാലും, യോബിന് തന്റെ ഭാര്യയോ സഹോദരന്മാരോ തന്റെ ബന്ധുമിത്രാദികളോ തന്റെ സുഹൃത്തുക്കളോ ഒക്കെ എതിരായിരുന്നാലും അതിന്റെ നിലവിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. അല്ലേ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, യാക്കോബ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് തനിക്കെതിരായി വരുന്ന തന്റെ സഹോദരനെ സമാധാനത്തോടെ കാണാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടത്ര ലളിയ പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടായിരിക്കണം. പ്രേക്ഷകരോ, അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ചില അത്ഭുതങ്ങളെ കാണാൻ കഴിയും. ലളിയ
നിങ്ങളുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, അത് കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, നിങ്ങൾക്ക് മുന്നിൽ വരുന്ന സകല തന്ത്രങ്ങളെ ദൈവം നീക്കും. ഹല്ലേലൂയ. അപ്പം ഇവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നം ഉണ്ടാകാം, ഒരുപാട് പ്രതിസന്ധി ഉണ്ടാകാം, എല്ലാ നിലയിലും നമുക്ക് തകർച്ച വരാം. പക്ഷേ അവിടെ തകരാതെ നിൽക്കാൻ ദൈവത്തിന്റെ കരം ഉണ്ടായിരിക്കും കേട്ടോ. പ്രിയസരോ, ഇവിടെ അതിന് മുന്നിൽ നമുക്ക് കർത്താവിനെ നമ്മെ സമർപ്പിച്ച് കർത്താവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് അവൻ ആലോചനകൾ നമുക്ക് പറഞ്ഞു തരും. ഇതിനാൽ അല്ലിയ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം പ്രാപിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച ആലയത്തിലേക്ക് വരുമായിരുന്നു, അല്ല വരാമായിരുന്നു എന്ന് പാടുമ്പോഴും കണ്ണുനീർ തൂകിക്കൊണ്ട് പാടുമായിരിക്കും. അല്ലെ, ആരാധന സമയത്തിൽ കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് നിങ്ങൾ കരയുമായിരിക്കും. പ്രസംഗ സമയത്തിൽ കണ്ണുനീർ നിങ്ങൾ കരഞ്ഞുകൊണ്ട് ധാരധാരെ ഒഴുകിക്കൊണ്ടിരിക്കും. കർത്താവ് അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ സമർപ്പിച്ച് മുന്നിൽ വരുന്നവർക്ക് കണ്ണുനീരോടുകൂടി ആലോചന പറഞ്ഞു കൊടുക്കാൻ ശുശ്രൂഷകരെ സംബന്ധിച്ചാലും ദൈവം അവസരം തരും കേട്ടോ. കണ്ണുനീരുടെ പ്രാർത്ഥന ശുശ്രൂഷിക്കാൻ വിജയമാണ്. അല്ലേലിയ. അപ്പൊ ഇതിനാൽ അദ്ദേഹം നടത്തുന്ന എല്ലാ പ്രവർത്തന മേഖലയിലും ശക്തമായി ദൈവ സാന്നിധ്യം വെളിപ്പെടും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ മേഖലയിലും ശക്തമായി ദൈവ സാന്നിധ്യം, ജീവിതത്തിലും കുടുംബത്തിലും താങ്കൾ ശുശ്രൂഷകരാണെങ്കിൽ ശുശ്രൂഷയുടെ അനുഭവത്തിലും ദൈവം നിങ്ങളെ മാനിക്കാൻ ആഗ്രഹിക്കുക. അല്ലേലിയ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളിലും ദൈവത്തിന്റെ കരം പ്രവർത്തിക്കാൻ പോവുക. അത് ഞാൻ ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ലാസറിന്റെ കല്ലറയ്ക്കൽ കണ്ണുനീർ വാർത്തവനാണ് നമ്മുടെ കർത്താവ്. പിന്നീട് ലാസറിനെ ജീവനോട് ഉയർപ്പിച്ചു കൊടുത്തു. യേശു നഗരത്തെ കണ്ടുകൊണ്ട് കർത്താവ് കണ്ണീരോടെ കരഞ്ഞു എന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ ഹനനയാകൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നു തുടങ്ങിയ ഹൃദയത്തെ ദൈവമേ നിരസിക്കയില്ലെന്ന് 51:17 വാക്യം വായിക്കുന്നുണ്ട്. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഓശിയായുടെ പുസ്തകം 12-3-4 വാക്യം. അവൻ ഗർഭത്തിൽ വെച്ച് സഹോദരന്റെ കുതികാൽ പിടിച്ചു. തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി അവൻ ദൂതന്മാരോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവരോട് അപേക്ഷിച്ചു. അവൻ ബെഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. അതെ, കരഞ്ഞ് പ്രാർത്ഥിച്ച യാക്കോബിനെ പോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ഒരു അത്ഭുതം നടക്കും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ കേരളത്തിൽ ലോക രാജ്യമുള്ള സകല ജനത്തെയും കണ്ണുനീരോടുകൂടി കടന്നു പോകുന്ന യേശാവിനെ ഭയന്ന യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു ഭയപ്പാടുണ്ടായെങ്കിൽ കർത്താവ് ഇന്ന് പകൽ എല്ലാ നിലയിലും അത് മാറ്റിക്കൊടുത്ത് യാക്കോബിനെ അനുഗ്രഹിച്ച് ഒരു ആശ്രമാക്കിയ ദൈവമേ, ഇന്ന് പകൽ കർത്താവ് ജനത്തെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കഷ്ടത, പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, കണ്ണുനീര്, വിവിധ പ്രതിസന്ധികളുടെ കടന്നുപോകുന്ന അനവധി ആളുകളെ ഇന്ന് പകൽ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരം, യുവനത്തിൽ തടവറയിലായിരിക്കുന്ന രോഗികളായിരിക്കുന്നവർ, വിവിധ പരീക്ഷകൾ കടന്നുപോകാൻ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കും പഠിച്ചുകൊണ്ട് പരീക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ, കുടുംബജീവിതം തകർന്ന കുടുംബജീവിത പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ കടന്നു പോകുന്നവർ, കർത്താവ് എല്ലാതിന്റെ എതിരുകൾ ഏറെ വർദ്ധിക്കുമ്പോൾ നിലവിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് പകൽ ജനത്തെ അനുഗ്രഹിക്കണമേ. ആരും നിരാശരെത്തിയെഴുതാൻ സങ്കടപ്പെട്ടു പോകുന്നത് ചില തകർന്ന് കിടക്കുന്ന കുടുംബങ്ങളെ, ജീവിതങ്ങളെ പണിയണമേ. തലമുറയെ വിടിവിക്കണം, ലഹരിയിൽ നിന്ന് വിടിവിക്കണമേ, എല്ലാ മയക്കിൽ നിന്ന് വിടിവിക്കണമേ. കുടുംബത്തെ ദാസാനപ്പെടുവാൻ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെങ്കിലേക്ക് ജനം മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേരളത്തിൽ ലോകരാജ്യ സകല ജനത്തെ ദൈവമക്കളെ, ദൈവദാസന്മാരുടെ കുടുംബങ്ങളെ ശുശ്രൂഷ ഓർക്കുന്നു. എന്റെ നടുവിൽ കർത്താവ് അത്ഭുതം ചെയ്യണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.